ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ വയനാട് ചൂരൽമലയിലെ കടയുടമ ജപ്തി ഭീഷണിയിൽ. മേപ്പാട് സ്വദേശി മുഹമ്മദ് അലിയുടെ വീടിനാണ് ജപ്തി ഭീഷണി. നാളെ നോട്ടീസ് പതിപ്പിക്കുമെന്ന് ബാങ്ക് ഓഫ് ബറോഡ അധികൃതർ അറിയിച്ചതായി മുഹമ്മദ് അലി പറയുന്നു. മുഹമ്മദ് അലിയുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകൾക്കുമാണ് ഈ ഷട്ടർ ഇട്ടിരിക്കുന്നത്. വരുമാനം പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന സമയത്ത് വീടിനിതാ ജപ്തി ഭീഷണി. കെട്ടിടത്തിനും 2 കടകളുടെ നടത്തിപ്പിനുമായാണ് വീടിന്റെ പേരിൽ അലി ലോൺ എടുത്തത്. 8.5 ലക്ഷം രൂപ കൂടിയാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോഴേക്കും ദുരന്തം എല്ലാം കവർന്നു. പൂർണ്ണമായും വരുമാനം നിലച്ചു. കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ റെഡ് സോണിലാണ്. നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ പോലും സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. വേദനയോടെ മുഹമ്മദ് അലി 24-നോട് പറഞ്ഞു. ഈ ബിൽഡിംഗ് ആയിരുന്നു എൻ്റെ വരുമാന മാർഗം. ഈ വരുമാന മാർഗം കൊണ്ടാണ് ഞാൻ KSF കുറി, ഈ ലോഡുകൾ ഇതെല്ലാം അടച്ചിരുന്നത്. എൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസം ഇതെല്ലാം. ഇപ്പോൾ ആ വരുമാന മാർഗം 2024 ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടൽ നിരച്ചു. അപ്പോൾ എനിക്ക് വേറൊരു മാർഗവുമില്ല. കാരണം സർക്കാർ എന്തെങ്കിലും സഹായിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ലോണൊക്കെ അടച്ചു തീർത്ത് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പച്ചപിടിച്ച് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ നിരവധി കടയുടമകളാണ് ലോണുകൾ എങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയാതെ ഉറക്കമില്ലാതെ കഴിയുന്നത്. നമുക്ക് ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ 2 മണി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം അഡ്വാൻസ് കൊടുക്കുന്നവർ തിരിച്ചു ചോദിക്കുന്ന അടുത്ത മാസം പൈസ വേണം. ഞങ്ങൾ എവിടെ നിന്നും കൊടുക്കണ്ടേ? എനിക്കുണ്ട് മക്കൾ, പറക്കമുറ്റാത്ത മക്കൾ എനിക്കുണ്ട്. എവിടെ എത്തിയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് കിട്ടിയിട്ടായിരുന്നു ഞങ്ങളെ ജീവിതം മുഴുവൻ പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ ലോൺ എവിടെ നിന്ന് തിരിച്ചടയ്ക്കും? സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. വീട് മറ്റു സ്ഥലത്താണെങ്കിലും ചൂരൽമലയിൽ ഉണ്ടായിരുന്ന വരുമാനം പൂർണ്ണമായും അടഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടവും. മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്ന് വിപിൻ സി വിജയൻ, 24.